രണ്ട് രാജാക്കന്മാർ 20-ാം അധ്യായം. ഹെസക്കിയായുടെ രോഗശാന്തി. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തിരിക്കുന്നു. ആമോസിൻ്റെ പുത്രൻ യേശയ്യാ പ്രവാചകൻ അടുത്തു ചെന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയ ചുമരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തനും ആത്മാർത്ഥനുമാണ്. അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് നീ ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ യേശയ്യാ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ മടങ്ങിച്ചെന്ന് ഈ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയാവിനോട് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുക. ഞാൻ നിൻ്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നു. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. ഞാൻ നിൻ്റെ ആയുസ്സിന് 15 വർഷം കൂടി നൽകും. അസീറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് നിന്നെയും നിൻ്റെ നഗരത്തെയും ഞാൻ രക്ഷിക്കും. എന്നെയും എൻ്റെ ദാസനായ ദാവീദിനെയും പ്രതി ഈ നഗരത്തെയും ഞാൻ സംരക്ഷിക്കും. യെശയ്യാ പറഞ്ഞു, അത്തിപ്പഴങ്ങളുണ്ടാക്കിയ ഒരട കൊണ്ടുവരിക, വ്രണം സുഖപ്പെടേണ്ടതിന് അത് വ്രണത്തിൻ്റെ മേൽ വയ്ക്കുക. ഹെസക്കിയ യെശയ്യായോട് ചോദിച്ചു, കർത്താവ് എന്നെ സുഖപ്പെടുത്തുകയും 3-ാം ദിവസം ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ പോവുകയും ചെയ്യുമെന്നതിന് എന്തടയാളം? യെശയ്യാ പറഞ്ഞു, കർത്താവ് വാഗ്ദാനം ചെയ്തതിൽ നിന്ന് അവിടെ നൽകുന്ന അടയാളം ഇതാണ്. നിഴൽ 10 അടി മുന്നോട്ട് പോകണമോ പിറകോട്ട് പോകണമോ? ഹെസക്കിയായോട് പറഞ്ഞു, നിഴൽ 10 അടി മുന്നോട്ട് പോവുക എളുപ്പമാണ്, എന്നാൽ പിറകോട്ട് പോകട്ടെ. അപ്പോൾ യെശയ്യാ പ്രവാചകൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ആഹാസിൻ്റെ സൂര്യഘടകാലത്തിൽ നിഴലിനെ 10 അടി പിന്നോട്ട് മാറ്റി. ബാബിലോണിൻ്റെ ഭീഷണി. ഹെസക്കിയ രോഗബാധിതനാണെന്ന് കേട്ട് ബാബിലോൺ രാജാവും ബലാദാൻ്റെ പുത്രനുമായ മൊറോഖ്ദാൻ കത്തുകളും സമ്മാനങ്ങളുമായി ദൂതന്മാരെ അയച്ചു. ഹെസക്കിയ അവരെ സ്വാഗതം ചെയ്തു. തൻ്റെ ഭണ്ഡാരപുരിയും കലവറയിലും ഉണ്ടായിരുന്ന സ്വർണവും വെള്ളിയും സുഗന്ധവ്യഞ്ജനങ്ങളും വിശിഷ്ട തൈലങ്ങളും ആയുധങ്ങളും അവരെ ഏൽപ്പിച്ചു. അവരെ കാണിക്കാത്തതായി തൻ്റെ ഭവനത്തിൻ്റെ രാജ്യത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യെശയ്യാ പ്രവാചകൻ ഹെസക്കിയായുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഈ ആളുകൾ എന്താണ് പറഞ്ഞത്? അവർ എവിടെ നിന്നാണ് വന്നത്? ഹെസക്കിയ പ്രതിവചിച്ചു, അവർ വിദൂരദേശമായ ബാബിലോണിൽ നിന്ന് വന്നിരിക്കുന്നു. യെശയ്യാ ചോദിച്ചു, നിൻ്റെ ഭവനത്തിൽ എന്തെല്ലാമാണ് അവർ കണ്ടത്? ഹെസക്കിയ പറഞ്ഞു, നിൻ്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു. അവരെ കാണിക്കാത്തതായി എൻ്റെ കലവറയിൽ ഒന്നുമില്ല. അപ്പോൾ യെശയ്യാ ഹെസക്കിയാവിനോട് പറഞ്ഞു, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. നിൻ്റെ ഭവനത്തിലുള്ളതും നിൻ്റെ പിതാക്കന്മാർ എന്നോണം ശേഖരിച്ചതുമെല്ലാം ബാബിലോണിലേക്ക് കടത്തുന്ന ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു. ഒന്നും അവശേഷിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിൻ്റെ പുത്രന്മാരിൽ ചിലരെയും കൊണ്ടുപോകും. ബാബിലോൺ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവർ അന്തഃപുര സേവകന്മാരായിരിക്കും. ഹെസക്കിയ രാജാവിനോട് പറഞ്ഞു, നീ പറഞ്ഞ കർത്താവിൻ്റെ വചനം നല്ലത് തന്നെ. തൻ്റെ ജീവിതകാലത്ത് സുരക്ഷിതവും സമാധാനവും ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവൻ വിചാരിച്ചു. ഹെസക്കിയായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തി പ്രാരംഭവും അവൻ എങ്ങനെയാണ് കുളവും തോടും നിർമ്മിച്ച് ജലം നഗരത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഹെസക്കിയ പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ മനാസെ ഭരണമേറ്റു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.